എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ വർക്കുകൾ മൊത്തത്തിൽ? ഈ പ്രളയശേഷം മുതൽ ചിലതിന് കുറച്ച് വെള്ളം ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ചുമ്മാ വിശ്വസിക്കാനോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പടം കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു കൂടുതൽ കഥയും നടക്കുന്ന ഒരു വീടിനകത്ത് തന്നെ. അപ്പോൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ പ്രളയത്തിന് ആസ്പദമാവുന്ന ഒരു മഴയുണ്ട്. എന്നാൽ ഈ മഴ മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ മഴയെ ഈ വീടിനകത്ത് ഫീൽ ചെയ്യിപ്പിക്കണം. അതിന് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നിയൊരു ചലഞ്ച് അതാണ്. ഞാൻ സിനിമ അവസാനമായിട്ട് തിയേറ്റർ ഞാൻ ലാസ്റ്റ് ഡേ സിനിമ കണ്ടപ്പോൾ എനിക്ക് DOPന്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്, ഈസിയാണോന്ന് എനിക്കറിയില്ല, ഈ സിനിമ നടക്കുമ്പോൾ പുറത്ത് മൊത്തം മഴയാണ്, പക്ഷെ ഇത് അവര് അകത്തത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ കാര്യമല്ല. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ മഴയില്ലല്ലോ, നല്ല വെയിലത്തെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് പുറത്ത് മഴയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മാജിക് ഹരി മനോഹരനും കൂടി അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. ഡയറക്ടറും DOPയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു വിപ്ലവമാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ അതിനകത്ത്. പക്ഷെ ഇപ്പോൾ DOPയുടെ വ്യൂ വേറെയാണല്ലോ. ആ ഒരു കഴിവ് ഈ സിനിമയിൽ നമുക്ക് കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരും. ട്രെയിലർ കണ്ടിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ. കണ്ണൊക്കെ നനഞ്ഞ് ഇറങ്ങി വന്നെ ഞാൻ ആ സീൻ കണ്ടായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? സന്തോഷം കൊണ്ടുണ്ട്, സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു അല്ലേ? ഞാനത് കണ്ടിരുന്നു. പക്ഷെ നമുക്ക് ഒരു പിടുത്തവും പക്ഷെ ഒരു പിടുത്തവും തരാന്നാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അത് ഡയറക്ടർ ആ രീതിക്ക് കൊണ്ടുവച്ചോക്കാണ്. നമ്മളെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഡയറക്ടർ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതുവരെ ഈ ഒരു വേഷത്തില് വേറെ സിനിമ ചെയ്തിട്ടുണ്ട്. ഈ വേഷമുണ്ട്, പക്ഷെ ഈ ഒരു ക്യാരക്ടർ ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഒരു ചലഞ്ച് ആയിരുന്നോ? തീർച്ചയായിട്ടും ആയിരുന്നു. ഈ ക്യാരക്ടർ ഭയങ്കര കുറച്ച് പാടായിരുന്നു ചെയ്യാൻ. അതെങ്ങനെ ഒപ്പിച്ചെടുത്തെന്ന് പറയും ഡയറക്ടർ പുറകെ തന്നെ വട്ടിയായിട്ടുണ്ടായിരുന്നോ? അതെങ്ങനെ ഒപ്പിച്ചെടുത്ത എനിക്കത് പോയില്ല. ലോക കൗണ്ടറാട്ടോ മൊത്തത്തില്. കാരണം ആക്ഷൻ കട്ടിനോടൊക്കെ ഞാനേ ഉണ്ടാവും രക്ഷിക്കാനാണ്. കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ദൂരെ മനോഹരനാണ്. അത് ഒപ്പിയെടുത്താണോ ഒപ്പിച്ചെടുത്താണോ അതിന്റെ മറുപടി പറഞ്ഞു. ചില ഭാഗങ്ങൾ ഒപ്പിയെടുത്തു, ചില ഭാഗങ്ങൾ ഒപ്പിച്ചെടുത്തു. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ചോദിച്ചോട്ടോ. ചില ഭാഗങ്ങൾ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ, ആദ്യത്തെ ഒരു 4 ദിവസമൊക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഗോകുലിനും രഞ്ജിത്തും ഒക്കെ ഒരുപാട് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാനൊക്കെ 3 ദിവസം ജോയിൻ ചെയ്യാനായിട്ടാ. ആശയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്യണേ. അപ്പൊ ആശയുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അല്ലേ, ഞാൻ 2 ദിവസം ജോയിൻ ചെയ്തത്. ഓർമ്മ മൊത്തം പോയി. ഈ ക്യാരക്ടർ ഇറങ്ങിയിട്ടില്ലേ? അതല്ല, ഈ ഗോകുലം വന്നിരുന്നാലും ഓർമ്മ പോകും. ഞാൻ ഇന്ന് ഒതുങ്ങിയിരിക്കാൻ നോക്കുമ്പോൾ ഗോകുല് കയറി ഗോൾ അടിച്ചോണ്ടിരിക്കുക. എനിക്ക് സമാധാനം. ഞാനാണ് ഹൈദരാബാദിലോട് പറഞ്ഞത്, പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ, കാല് പിടിച്ചിട്ട് ഇരിക്കുക അവിടെ. അവിടെ അല്ല ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് സൗമ്യമായിട്ട് നോയമ്പാണ്ടെന്ന് പറയുകയും ചെയ്തു. ഇനി മൊത്തം ഗോകുലിന് ഗോകുൽ ഇവിടെ കുറച്ചു നേരം ഇരുത്താണ്. ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ല, ഞാൻ കണ്ടതും കേട്ടതും ഞങ്ങളാണത് കണ്ടത്. അപ്പൊ നിങ്ങൾ രഞ്ജിത്തും ഉണ്ടായിരുന്നു. രഞ്ജിത്ത് അധികം ദിവസം ഉണ്ടായിരുന്നു. രഞ്ജിത്ത് കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. എല്ലാ ദിവസവും എന്റെ കൂടെ ഉണ്ടായിരുന്നു ഗോകുലിനായിരുന്നു. മേക്കപ്പ് ഇടുമ്പോഴും പോലും ഒരുമിച്ചിരുന്ന മേക്കപ്പ് ഇടുമ്പോഴും ക്യാരവാനില്ലാത്ത അല്ല വീട്ടിലായത് കാരണം കൊണ്ടും ക്യാരവാൻ വേണ്ടിയൊന്നുമില്ല, ഒരു മുറിയിലായിരുന്നു. ആ മുറിയിലും ഒരു സ്വൈര്യം തന്നിട്ടില്ല എപ്പോഴും. ആ ദേഷ്യമൊക്കെ എനിക്ക് അഭിനയിക്കുമ്പോ തീർത്തും തോന്നുന്നു അല്ലേ, ചങ്ങലേക്ക് വലിച്ചുകൊണ്ട് പോകണല്ലേ. അത് ഗോലിനെ നന്നായിട്ട് ഇടിക്കുന്നുണ്ട്, അടിയൊക്കെ കൊടുക്കുന്നുണ്ട്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. കള്ളനെ പൂട്ടിയിടാനുള്ള ധൈര്യം കിട്ടിയായിരുന്നു അല്ലേ? അതൊക്കെ ഉണ്ട്. ഞാനൊരു കോട്ടയംകാരിയല്ലേ, അച്ചായത്തി. ഒബ്വിയസ്ലി അവർക്ക് എല്ലാം കള്ളനെ എന്നല്ല, അവരെല്ലാ ജോലിയും ചെയ്യുന്നവരായിരിക്കും. കോട്ടയുള്ള സ്ത്രീകള് പറമ്പിലൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നവരായിരിക്കും, എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരിക്കും. ഭാഗ്യദേവത സിനിമ ഒരു ഡയലോഗില്ലേ, അല്ല പറമ്പിലെ ജോലിയൊക്കെ ചെയ്യണത് എനിക്ക് അത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നി. കാരണം ആ സിനിമയിൽ സീരിയസ് ആ വാഴ വെട്ടുന്നതാണെന്നും കൈക്കൊണ്ടെടുക്കുന്ന കാണുമ്പോഴൊക്കെ അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ട്.
ചെറുപ്പത്തില് അങ്ങനെയാ, അവധിക്കാലത്ത് കുറച്ച് ജോലിയൊക്കെ തരും ഇങ്ങനത്തെയൊക്കെ, അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് വീട്ടില് ഞങ്ങള് 3 മക്കളാ, അപ്പൊ കുറച്ച് ജോലികൾ തരും. NSS ക്യാമ്പോ അതൊക്കെ പോലെയായിരുന്നു, തൊഴിലുറപ്പ് പദ്ധതിയോ അതൊക്കെ പോലെയായിരുന്നു, വീതിച്ചായിരുന്നു. പക്ഷെ ഒരു സിനിമയിലേക്ക് വരുന്നവർ പല സിനിമകൾ ചെയ്തു, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അല്ലെ, പല മേഖലയിൽ നിൽക്കുന്നുണ്ട്. വേണ്ടത്ര സിനിമകളിലേക്ക് ശ്രദ്ധ പതിക്കാതെ വേറെ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമ വന്നു കഴിയുമ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കുന്നു ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ കഥാപാത്രങ്ങളിലേക്ക്? ചിന്തിക്കുന്നതിൽ കൂടെ ആഗ്രഹിക്കുന്നുണ്ട്, സംഭവിക്കട്ടെ അങ്ങനെ. കാരണം സിനിമ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹങ്ങളാണ്. അത് ഏതൊരു വ്യക്തിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും പീക്ക് സാധനം എന്ന് പറയുന്ന കലാകാരന്മാർക്ക് സിനിമ തന്നെയാണ്. അതിനകത്ത് സക്സസ് ആകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. ഡയറക്ടർ ആണെങ്കിലും DOP ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും. അപ്പോൾ അത് സംഭവിക്കട്ടെ, എല്ലാവരുടെയും ആഗ്രഹമല്ലേ അത്. നമ്മൾ എന്ത് ചെയ്യുന്നതിലും സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. ഈ നമ്മൾ പല സിനിമകൾ ചെയ്തിട്ടും പിന്നീട് ആ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ബ്രേക്ക് വന്നു, പിന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പുകൾ ഒത്തിരി ആശയിൽ ഞാൻ കാണുന്നുണ്ട്, ഒരു പ്രഷർ എന്ന നിലയിൽ കാണുന്നു. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് സംഭവിച്ചു പോകുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രിപ്റ്റുകൾ കേൾക്കാറുണ്ട്. അപ്പം സ്ക്രിപ്റ്റിൽ ചില കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് വരുമ്പോൾ ഞാൻ ചിലത് മാറാറുണ്ട്. ചിലത് നല്ല സ്ക്രിപ്റ്റ്, നല്ല എനിക്ക് പരിചയമുള്ള സിനിമകളാണ് ഞാൻ കൂടുതലും ചെയ്തിരിക്കുന്നത്, പരിചയമുള്ള ആൾക്കാരുടെ. അപ്പം എനിക്കും കുറച്ച് കംഫർട്ടബിൾ ആവും. പിന്നെ ഇവര് എന്ന് പറഞ്ഞാൽ മനോഹരൻ എന്നോട് കഥ പറയാൻ വന്നപ്പോഴും എല്ലാം വളരെ ഒരു സാധാരണ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ പെരുമാറ്റ രീതിയും ഇതുപോലെ മനോജേട്ടൻ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചെടുക്കും, അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞ് ഇത് അത്ര വിശ്വാസത്തിൽ പറഞ്ഞു തന്നപ്പോഴൊക്കെ ഒത്തിരി അത് എനിക്ക് കൺവിൻസായി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂവിലും, ഇവരൊക്കെ ഓൾറെഡി ജോയിൻ ചെയ്തവരാ. ഞാനാണ് ആ ലാസ്റ്റ് 4-5 ഡേയ്സിൽ ജോയിൻ ചെയ്തത് ഇതിനകത്ത്. അപ്പം ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ഒന്നും ആയിരുന്നില്ല. ഈ ക്യാരക്ടർ എനിക്ക് ഒരു ദിവസത്തെ ഗ്രൂമിങ് പോലെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതൊന്നും നടന്നില്ല. ആ ഒരു പെട്ടെന്ന് ഷൂട്ട് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഷൂട്ട് വേഗം സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. എങ്കിൽ പോലും ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു ഫുള്ള്. എന്നിട്ട് ആദ്യത്തെ ഞാൻ പറഞ്ഞു, 2ാമത്തെ ദിവസമൊക്കെ ആയപ്പം ഞാൻ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ഉണ്ട്. ഞാൻ മനോഹരനോട് എന്ന് പറഞ്ഞു, മനോഹര വേറൊരാളെ നോക്കുന്നോ, ഞാനിതിൽ നിന്ന് മാറട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ മുഖത്തോട്ടൊന്ന് മനോഹരൻ നോക്കിയിട്ട് പറഞ്ഞു, എന്നതായി പറയുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ ഓക്കെ ആണ്. അന്നേരമാണ് അപ്പോഴെനിക്ക് മനസ്സിലായി മനോഹരൻ ഓക്കെ ആണ്. എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. ഓക്കെയാണെന്നല്ല, നമുക്ക് മനസ്സിലായില്ലേ മനോഹരൻ പെട്ടെന്ന് ഇനി മാറ്റാൻ പറ്റും. സാധാരണ ഒരു സാധാരണ സിനിമയാണെങ്കിൽ മാറ്റം ഒരു പ്രൊഡ്യൂസറാണെന്ന്. ഇതിപ്പോ ഗവൺമെന്റിലെ പ്രൊഡ്യൂസർ, പിന്നെ കൂടെ ആളെ മാറ്റി കളിക്കാനൊന്നും പറ്റുന്നില്ല. മനോഹരൻ പെട്ട പോലെ നോക്കി, എന്താ മാറ്റാനോ, ഞാൻ പെട്ടു നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ആശ പറയാ, എനിക്ക് മനസ്സിലായി ഇവര് ഓക്കെ ആണെന്ന്. മനോഹരനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ മനോഹരന്റെ സിനിമയ്ക്ക് ഓക്കെ ആണെന്ന്. എവിടെ മനോഹരൻ എന്നോട് പറഞ്ഞത് അതായിരിക്കും. ചോദിക്കുക. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.